നിങ്ങൾക്കിപ്പോൾ ഡാൻസ് കളിക്കണ്ടേ? എമിറേറ്റ്സിൽ ആഴ്സണലിനോട് പരാജയപ്പെട്ട് മടങ്ങുമ്പോൾ എമി മാർട്ടിനസിനോട് ഗ്യാലറിയിൽ ഇരുന്നൊരു ആരാധകൻ വിളിച്ചു ചോദിച്ചു. ടണൽ കടന്ന എമി പ്രകോപിതനായി തിരിച്ചു വന്ന് അയാൾക്ക് നേരെ ആക്രോശിച്ചു. ഗണ്ണേഴ്സ് ആരാധകർ എമിക്ക് നേരെ കൂവിയാർക്കുന്നത് കാണാമായിരുന്നു. തോൽവി എന്താണ് എന്നറിയാത്ത 11 മത്സരങ്ങൾ. എമിറേറ്റ്സിൽ കാലുകുത്തുന്നതിന് മുമ്പ് ഉനൈ എമറിയുടെ സംഘത്തിന്റെ പടയോട്ടങ്ങൾ കണ്ട് അതിശയിച്ചു നിന്നിട്ടുണ്ട് ഫുട്ബോൾ ലോകം. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലിട്ട് ചെൽസിയെ തീർത്തിട്ട് ഒരാഴ്ച തികച്ചായിട്ടില്ല. 10 ദിവസം മുമ്പ് വില്ല പാർക്കിൽ വെച്ച് യുണൈറ്റഡിനെ തരിപ്പണമാക്കുന്നു. ഈ മാസം തുടക്കത്തിൽ അതേ വില്ല പാർക്കിൽ വെച്ച് ഗണ്ണേഴ്സും എമറിയുടെ സംഘത്തിന് മുന്നിൽ വീണിട്ടുണ്ട്. ടോട്ടനാമും സിറ്റിയും ഒക്കെ സീസണിൽ ആസ്റ്റൺ വില്ലയുടെ കുതിപ്പിൽ ചൂളിപ്പോയി. എന്നാൽ എമിറേറ്റ്സിൽ ഇക്കുറി അർട്ടേറ്റയ്ക്ക് മുന്നിൽ ആ പടയോട്ടം അവസാനിച്ചു. അർട്ടേറ്റയുടെ തലക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാൾ കണക്കിന് തൂങ്ങി നിൽപ്പുണ്ട് സിറ്റി. ഇനിയൊരു തോൽവി അയാളെ സംബന്ധിച്ച് അസഹനീയമാവും. ട്രാൻസ്ഫർ മാർക്കറ്റിൽ കളമറിഞ്ഞ് കരുക്കൽ നീക്കിയ പെപ് ഗാർഡിയോളയുടെ സംഘത്തിലേക്ക് ആന്റോയിൻ സെമന്യോ കൂടി എത്തുന്നു. അതായത് ലാസ്റ്റ് ലാപ്പിൽ പെപ്പ് രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണെന്ന്. എമിറേറ്റ്സിലാണെങ്കിൽ ഏറെ പ്രതീക്ഷയോടെ ഇക്കുറി കൊണ്ടുവന്ന നമ്പർ 9 വിക്ടർ യോക്രസ് ക്ലിക്കായിട്ടില്ല താനും. കിരീടപ്രതീക്ഷയോടെ തുടങ്ങിയ സീസണുകളിലൊക്കെ ഒടുക്കം പഠിക്കൽ കലമുടക്കാൻ കാരണങ്ങൾ പലതും ഉണ്ടാകാറുണ്ടല്ലോ ഗണ്ണേഴ്സിന്. ഇതൊക്കെ മറക്കാൻ ഈ ഒരൊറ്റ ജയം മതി. ഇങ്ങനെ അങ്ങ് പോയാൽ മതിയെന്ന് ഇപ്പോൾ ആഴ്സണൽ ആരാധകരുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടാകും. പക്ഷേ അതിന് ഇത്തിരി പാടാണിനി. ഏതായാലും പുതുവർഷത്തിൽ 5 പോയിന്റിന്റെ ലീഡോടെ ഗണ്ണേഴ്സ് തുടങ്ങുന്നു. സിറ്റി ഒരു കളി കുറവാണ് കളിച്ചിട്ടുള്ളത് എന്ന കാര്യം മറന്നു കളയുന്നില്ല. പരിക്കേറ്റ ഡക്ലൻ റൈസ് ഇല്ലാതെയാണ് ഇന്നലെ ആഴ്സണൽ കളത്തിലിറങ്ങിയത്. സീസണിൽ ആദ്യമായി റൈസ് ഇല്ലാത്ത ഒരു സ്ക്വാഡിനെ അർട്ടേറ്റ പ്രഖ്യാപിക്കുന്നു. റൈസ് ഗണ്ണേഴ്സിനൊപ്പം ചേർന്ന ശേഷം വെറും 4 തവണയെ അയാളില്ലാതെ ടീം കളത്തിലിറങ്ങിയിട്ടുള്ളൂ. മിഡ്ഫീൽഡിൽ അയാളുടെ സാന്നിധ്യം ഗണ്ണേഴ്സിന്റെ കുതിപ്പുകളിൽ എത്രമേൽ നിർണായകമാണ് എന്ന് ആഴ്സണൽ ആരാധകരെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആദ്യ പകുതിയിൽ ആഴ്സണലിന്റെ കളി കണ്ടവർ ചിലപ്പോൾ എമിറേറ്റ്സിൽ ഒരു ദുരന്തം മണത്ത് കാണണം. ആദ്യ 18 മിനിറ്റിൽ ഒലി വാറ്റ്കിൻസ് 3 ഷോട്ടുകളാണ് ആഴ്സണൽ ഗോൾ മുഖത്ത് ഉതിർത്തത്. അതിലൊന്ന് ഒരു സുവർണാവസരമായിരുന്നു. അയാളത് പാഴാക്കി കളഞ്ഞു. ഇപ്പുറത്ത് വിക്ടർ യോക്രസ് ആവട്ടെ വില്ല ഗോൾ മുഖത്ത് അപകടം വിതക്കാൻ പോയിട്ട് പന്ത് പോലും കാലിൽ കിട്ടാതെ ഉഴറുന്ന കാഴ്ചയാണ് ഗാലറി കണ്ടത്. ആദ്യ 30 മിനിറ്റിൽ ഒറ്റ തവണയാണ് അയാൾ പന്തിൽ ടച്ച് ചെയ്തത്. ആദ്യ അരമണിക്കൂറിൽ ആഴ്സണൽ താരങ്ങൾ പൂർത്തിയാക്കിയത് ആകെ 126 പാസുകൾ. എന്നാൽ ഫസ്റ്റ് ഹാഫ് അവസാനിക്കും മുമ്പ് തന്നെ ഗണ്ണേഴ്സ് ഒരു കംബാക്കിന്റെ സൂചന നൽകി. ഗബ്രിയേൽ സാലിബ ഡുവോ ബാക്ക്. പരിക്കിൽ നിന്ന് മോചിതനായി തിരിച്ചെത്തിയ ഗബ്രിയേലിന്റെ നിറഞ്ഞാട്ടമാണ് ഇന്നലെ എമിറേറ്റ്സിൽ കണ്ടത്. നേരത്തെ ബ്രൈറ്റനെതിരായ മത്സരത്തിൽ തന്നെ ഗബ്രിയേൽ പകരക്കാരൻ റോളിൽ കളത്തിലെത്തിയിരുന്നു. ഇക്കുറി ആഴ്സണലിന്റെ ആദ്യ ഗോളെത്തിയത് ഗബ്രിയേലിന്റെ തലയിൽ നിന്നാണ്. എഗെയിൻ എ സെറ്റ് പീസ് ബ്രില്യൻസ്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഗണ്ണേഴ്സ് ആദ്യ വടി പൊട്ടിക്കുന്നു. 48 മിനിറ്റിൽ സാക്കി എടുത്ത കോർണർ കൈപ്പിടിക്കലാക്കാനുള്ള എമിലിയാനോ മാർട്ടിനസിന്റെ വിഫല ശ്രമം. അതിന് തൊട്ടു മുമ്പ് എമി ഗബ്രിയേലിന്റെ ജേഴ്സിയിൽ വലിച്ച് അയാളെ തള്ളുന്നുണ്ട്. പക്ഷേ അതൊന്നും ആ ഗോളിന്റെ വഴിമുടക്കിയില്ല. പന്ത് വില്ലാവലിയിലേക്ക് ഊർന്നിറങ്ങി. 2025 കോർണറിൽ നിന്ന് മാത്രം ഗണ്ണേഴ്സ് കുറിക്കുന്ന 17ാം ഗോൾ. ഗബ്രിയേലിന്റെ 19ാം പ്രീമിയർ ലീഗ് ഗോൾ. സ്വന്തം ഗോൾ മുഖത്ത് മാത്രമല്ല എതിർ ഗോൾ മുഖത്തും തന്നെ ഭയക്കണമെന്ന ഗബ്രിയേലിന്റെ ക്ലിയർ സ്റ്റേറ്റ്മെന്റ്. അടുത്ത ഗോളിലേക്ക് 5 മിനിറ്റ് തികച്ചെടുത്തിട്ടില്ല ഗണ്ണേഴ്സ്. ഇക്കുറി സുബിമെൻഡിയുടെ ഊഴമായിരുന്നു. വില്ല ഹാഫിൽ ജേർഡൻ സാഞ്ചോയുടെ കാലിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത് ഗണ്ണേഴ്സ് ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡഗാർഡിന്റെ മുന്നേറ്റം. തനിക്ക് മുന്നിലോടിയ സുബിമെൻഡിക്ക് 2 എതിർ താരങ്ങൾക്ക് നടുവിലൂടെ അളന്നു മുറിച്ചാണ് ഒഡഗാർഡ് പന്ത് നീട്ടിയത്. ഒറ്റ ടച്ചിൽ സുബിമെൻഡി എമിയെ മറികടന്ന് പന്ത് വലയിലെത്തിച്ചു. ഗോളിനേക്കാൾ ആരാധകർ കൈയടിച്ചത് ആ അസിസ്റ്റിനാണ്. ട്രൊസാർഡിന്റെ അടുത്ത ഗോള് ഒരു വെടിച്ചിലായിരുന്നു. 69ാം മിനിറ്റിൽ വില്ല ഗോൾ മുഖത്ത് വെച്ച് ടിംബറിന്റെ കാലിലേക്ക് എത്തിയ പന്ത് ബോക്സിന്റെ വടിയിൽ നിന്ന് അത് ഏറ്റുവാങ്ങി ട്രൊസാർഡിന്റെ വെടികൊണ്ട. പന്ത് പോസ്റ്റിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കുകയായിരുന്നു എമി. സീസണിൽ ട്രൊസാർഡിന്റെ 10ാം ഗോൾ. 2025 ആഴ്സണലിന്റെ ടോപ്പ് സ്കോററാണ് ബെൽജിയൻ താരം. 77ാം മിനിറ്റിൽ യോക്കറസിനെ പിൻവലിച്ച അർട്ടേറ്റ ഗബ്രിയേൽ ജെസ്യൂസിനെ കളത്തിലിറക്കുന്നു. ഗ്രൗണ്ടിലെത്തി 55 സെക്കൻഡിനുള്ളിൽ ജെസ്യൂസ് വലകുലുക്കി. പെർഫെക്റ്റ്ലി പ്ലേസ്. മൈതാനത്തിന്റെ ഇടതുവിങ്ങിലൂടെ വില്ല ഗോൾ മുഖത്തേക്ക് കുതിച്ച ട്രൊസാർഡ് സെൻട്രലിലൂടെ ഗോൾ മുഖത്തേക്ക് കുതിച്ചെത്തിയ ജെസ്യൂസിന് പന്ത് നീട്ടുന്നു. 4 ഡിഫൻഡർമാരെ കാഴ്ചക്കാരാക്കി എമിക്ക് പിടികൊടുക്കാതെ പന്തിനെ ബ്രസീലിയൻ താരം ബോക്സിന് വെടിയിൽ നിന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. വില്ലയുടെ പട്ടികയിലെ അവസാന ആണി. ഈ വർഷം ആഴ്സണലിനായി ഏറ്റവും കൂടുതൽ ഗോൾ ഇൻവോൾവ്മെന്റ്സ് ഉള്ളതും ട്രൊസാർഡിനാണ്, 19. കളി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ ഒലി വാറ്റ്കിൻസിന്റെ ശ്രമങ്ങൾ ആദ്യമായി വലതൊട്ടെങ്കിലും വില്ലയെ തിരിച്ചു കൊണ്ടുവരാൻ അതൊന്നും പോരായിരുന്നു. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ചോരമണത്തിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ കളി മാറി. ഫിനിഷിങ്ങിലെ പോരായ്മകൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ടീമിൽ നിഴലിച്ചു നിന്നിരുന്നു. ടുഡേ ദ ക്വാളിറ്റി ഓഫ് അവർ ഫിനിഷിംഗ് വാസ്
ടോപ്പ് ആൻഡ് മെയ്ഡ് ദ ഡിഫറൻസ്. അത്ലറ്റിക്കയുടെ വാക്കുകളിൽ നിറയെ പ്രതീക്ഷകളായിരുന്നു. കലണ്ടർ വർഷം അവസാനിക്കുമ്പോൾ ടോപ്പ് ഓഫ് ദ ടേബിൾ. ഒരു ചരിത്രം ചിലപ്പോൾ ഗണ്ണേഴ്സിനെ വേട്ടയാടിയേക്കാം. ചരിത്രത്തിൽ 6 തവണ കലണ്ടർ വർഷം അവസാനിക്കുമ്പോൾ 1-ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് ഗണ്ണേഴ്സ്. അതിലൊറ്റ തവണയാണ് അവർക്ക് കിരീടം ചൂടാനായത്. അത് സംഭവിച്ചതാവട്ടെ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. സിറ്റി തൊട്ടരികിലുണ്ട്. ജനുവരി 2-ന് സണ്ടർലാൻഡിനോടാണ് അവരുടെ അടുത്ത മത്സരം. ലാസ്റ്റ് ലാപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാത്തിരുന്നു കാണണം.